ആലപ്പുഴയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായേക്കും. മത്സരിക്കാൻ പാർട്ടി നേതൃത്വത്തെ വേണുഗോപാൽ സന്നദ്ധത അറിയിച്ചു. കേരളത്തിൽ സീറ്റുകൾ കൂട്ടുകയാണ് ലക്ഷ്യം. PR പ്രവീണ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ തരും. പ്രവീണ, KC വേണുഗോപാൽ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. രാജ്യത്താകെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുഴുവൻ ഏകോപിപ്പിക്കേണ്ട ചുമതല ഉള്ള ഒരു സ്ഥാനത്താണ് ഇരിക്കുന്നത്. അതിനിടയിൽ ആലപ്പുഴയിൽ മത്സരത്തിനിറങ്ങാൻ KC സന്നദ്ധത അറിയിച്ചു എന്നാണോ? KC സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ കൂടുതൽ സീറ്റ്, അത് 2020 എന്നുള്ള തരത്തിലാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. മറ്റൊരു സംസ്ഥാനത്തൊന്നും ഇത്രയധികം സീറ്റ് പാർട്ടി പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ പോരാട്ടം ഒട്ടും ചൂട് കുറയ്ക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി ICCക്കുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് KC വേണുഗോപാൽ ആലപ്പുഴ തിരിച്ചു പിടിക്കാനായി ഇറങ്ങുന്നത്. മറ്റൊന്ന്, ലോക്സഭയിൽ നിലവിൽ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയ സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ ഒരു മുതിർന്ന നേതാവ് ലോക്സഭയിൽ പാർട്ടിക്ക് വേണ്ടത് അനിവാര്യമാണെന്നുള്ളൊരു തോന്നൽ കൂടി ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിലേക്ക് ഉറപ്പിക്കുന്നത്. പ്രവീണ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം AM ആരിഫാണ്. AM ആരിഫ് കഴിഞ്ഞതിന് മുൻപത്തെ തവണ, അതായത് 2014 KC വേണുഗോപാൽ അവിടെ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു. 2019 KC വേണുഗോപാൽ വേണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല. 2024 വരുമ്പോൾ അദ്ദേഹം വീണ്ടും മത്സരത്തിന് സന്നദ്ധത അറിയിക്കുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയെ തന്നെയാണ് CPM LDF അവിടെ നിർത്തിയിരിക്കുന്നത്. മത്സരം എളുപ്പമാകും എന്നൊരു ധാരണ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് കണക്കുകൂട്ടലുകൾ വ്യക്തമാണ്. അവിടെ KC വേണുഗോപാൽ ആണെങ്കിൽ ആശങ്കയ്ക്ക് വക ഏതുമില്ല എന്നുള്ളതാണ്. നേരത്തെ ഇനി KC വേണുഗോപാൽ മാറിയാൽ മതസാമുദായിക സന്തുലിതാവസ്ഥയൊക്കെ പരിഗണിക്കേണ്ടിയിരുന്നു കോൺഗ്രസിന്. പക്ഷേ KC വേണുഗോപാൽ എന്ന് പറഞ്ഞ വ്യക്തി വരുമ്പോൾ അതെല്ലാം മാറി നിൽക്കുകയാണ്. സ്വാഭാവികമായും KC വേണുഗോപാൽ എന്ന വ്യക്തിക്കുള്ള വോട്ടാണ്, അത് പാർട്ടി വോട്ടായി മാറുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആരിഫിനെ വീഴ്ത്താൻ പറ്റിയ സ്ഥാനാർത്ഥി, അതിനപ്പുറം കേരളത്തിൽ നിന്ന് നോക്കൂ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം ഇപ്പോഴും തീരുമാനമാകാതെ നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ മുതിർന്ന ഒരു നേതാവ് കേരളത്തിൽ മത്സരിക്കാനുണ്ടാവുക, നയിക്കാനുണ്ടാവുക എന്നുള്ളത് പാർട്ടിയുടെ കൂടി ആവശ്യമാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആരിഫല്ല, എതിർ സ്ഥാനാർത്ഥിയായി BJPയിലും CPMലും ആരുണ്ടായാലും ആ മണ്ഡലം പിടിക്കാൻ സർവ്വഥാ യോഗ്യൻ KC വേണുഗോപാലാണെന്നുള്ള ധാരണ പാർട്ടിക്കുണ്ടായതും ആ പാർട്ടി തീരുമാനം സംസ്ഥാന നേതൃത്വം മുകളിലേക്ക് അറിയിക്കുകയും അതിൽ KC വേണുഗോപാൽ ഇപ്പോൾ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. KC വേണുഗോപാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ ഹൈക്കമാൻഡ് ഏത് വിധത്തിലായിരിക്കും പ്രതികരിക്കുക എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇതിനോടകം തന്നെ അനുവാദം നൽകിയിട്ടുണ്ടോ KCക്ക്? KC വേണുഗോപാൽ ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായിരിക്കും. മത്സരിക്കാൻ പാർട്ടി നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം കേരളത്തിൽ സീറ്റുകൾ കൂട്ടുകയാണ് ലക്ഷ്യം എന്നാണ് PR പ്രവീണ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.